നമ്മളിന്ന് പോകുന്നത് സംബൽപൂർ സിറ്റിയിൽ നിന്ന് 33 കിലോമീറ്റർ അപ്പുറം സൗത്ത് വെസ്റ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന മാഗണ്ഡേശ്വരി ടെമ്പിളിലാണ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മഹാനദി റിവറിൻ്റെ ഷോറിലാണ്, തീരത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ മാഗണ്ഡേശ്വരി ടെമ്പിൾ. ഈ സംബൽപൂർ സിറ്റിയെയും ഈ ചിപ്ലിമ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ടെമ്പിൾ ഉള്ളത്. ഈ ചിപ്ലിമയും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജുണ്ട്, ചൊർപ്പൂർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ ആ ടെമ്പിളിലേക്ക് എത്തുന്നത്. പോകുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് റിവർ മഹാനദിയാണല്ലോ, മഹാനദി ഈ മഹാനദിയാണ്. മഹാനദിയുടെ ഒരു സ്ട്രീം ഓഫ് വാട്ടറാണ് ഇങ്ങനെ ഇതുവഴി പോകുന്നത്. അപ്പുറം ഈ മലേൻ്റെ അപ്പുറം ഉണ്ട്, അവിടെ നിന്നും ഉണ്ടാവും വെള്ളം ഇങ്ങനെ വരുന്നത്, ഇവിടെ നിന്നും വെള്ളം വീഴുന്നു. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു കാഴ്ചകളാണ് കണ്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നും മാൻമെയ്ഡ് അല്ല, എല്ലാം വളരെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ ഒരു ഗേറ്റിന് ഒരു വലിയ ബെല്ല് തൂക്കിയിട്ടിരിക്കുന്നുണ്ടാവും. ആ ബെല്ല് നമ്മൾ അടിച്ചിട്ടാണ് ഈ പാലത്തിലേക്ക്, ഈ തൂക്കുപാലത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 3 അടി വീതിയുള്ള ഒരു പാലാണ്. ശരിക്കും നല്ലോണം പിടിച്ച് നടക്കണം. ആദ്യമൊക്കെ നടക്കാനൊക്കെ വലിയ പേടിയായിരുന്നു. താഴെയെല്ലാം കുരങ്ങന്മാരെല്ലാം ഉണ്ട്, നമ്മൾ ശരിക്കും പിടിച്ചിട്ടുണ്ട്. കുറച്ച് നടക്കുമ്പോൾ കുറച്ച് നല്ല ധൈര്യം കിട്ടി. ആദ്യം ഒരു പേടിയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ട് പോവാം. അപ്പോൾ ഉണ്ടാവും സൈഡിലെല്ലാം ഉണ്ടാവും ഇങ്ങനെ വെള്ളവും മലയും ഇങ്ങനെയായിട്ട് കണ്ടുപോകും. നല്ല പ്രകൃതി രമണീയമായൊരു കാഴ്ച, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. നമ്മളിത് ഇന്ത്യയിലത്തെ ഒരു പ്ലേസ് തന്നെയും തോന്നിപ്പോവും, അത്ര അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം. നല്ല രസമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് മുന്നോട്ട് പോകും. അങ്ങനെ പോയിട്ട് നമ്മളെത്തുന്നത് ആ പാലം കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് താഴത്തും ഇഷ്ടംപോലെ കടകളുണ്ട്. കടകളിൽ മെയിനായിട്ട് കാണുന്നത് ഫുള്ള് ബെല്ലാണ്. ഒരുപാട് ബെല്ലുണ്ടാവും ഇങ്ങനെ തൂക്കിട്ടിരിക്കുന്നത്. അപ്പം ദേവിക്ക് കൊടുക്കുന്നത് ഈ ഡയറ്റി ഓഫ് ബെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവിക്ക് കൊടുക്കുന്നത് ഈ ബെല്ലാണ്. വിശ്വാസികളുടെ വിശ്വസ് പൂർത്തീകരിച്ചാൽ ദേവിക്ക് അർപ്പിക്കുന്നത് ബെല്ല് എന്നാണ് പറയുന്നത്. അപ്പം ബെല്ലാണ് എല്ലാവരും വാങ്ങിക്കൊണ്ടത്. ബെല്ലും നെയ്വിളക്കും തേങ്ങ ചെമ്പരത്തി പൂവുകളുടെ മാല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ട് മുന്നോട്ട് പോകണം. ഒരു പൊരി കൊണ്ടുള്ള ഒരു സ്വീറ്റ് അതൊക്കെ വാങ്ങിയിട്ട് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ അടുക്കി എത്തുമ്പം ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഇങ്ങനെ ഫുള്ള് വെള്ളവും ഇങ്ങനെ ചെറിയ കാടും അതിൻ്റെ ഇടയിലേക്കൂടെ വെള്ളം ഇങ്ങനെ ഉണ്ടാവും പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമെല്ലാം നല്ല രസമാണ് ഇവിടെ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് ആദ്യം സംബൽപൂർ വന്നാൽ ആദ്യം ഈ ടെമ്പിളിലാണ് വിസിറ്റ് ചെയ്യൽ എല്ലാവരും. അപ്പം ഈ ഇവിടെ എന്ന് പ്രത്യേകിച്ച് ഫുൾ ഓഫ് ബെൽസാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് ബെൽസ് ഉണ്ടാവും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്, ടെമ്പിളിൻ്റെ പുറത്തെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങളായി വിശ്വാസികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ബെൽസാണ്. അപ്പോൾ വളരെ ചെറിയൊരു അമ്പലം, പക്ഷേ വളരെ ഒരു രസമായി തോന്നി. ഇങ്ങനെ നമുക്കൊരു അതിശയം തോന്നും. അങ്ങനെ ഒരു റിവറിൻ്റെ നടുവിൽ ഒരു അമ്പലം, അങ്ങനെ ഒരു ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് കാഴ്ച. മഹാനദീൻ്റെ എല്ലാ ഭാഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പുറത്തുനിന്ന്, ഉള്ളിലൊന്നും ഫോട്ടോസൊന്നും അലൗഡല്ല, പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അതെല്ലാം കുറച്ച് നല്ല രസമുണ്ട്. അവിടെ കുറേ സമയം നിൽക്കാൻ തോന്നും, നല്ല രസമാണ്. എല്ലാം പ്രകൃതിദത്തമായ കാര്യങ്ങളാണ്. ഇതൊന്നും മനുഷ്യൻ ഈ ചുറ്റുപാടെല്ലാം ബ്രിഡ്ജുമെല്ലാം ഉണ്ടാക്കിയെന്നല്ല, ബാക്കിയൊക്കെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്, മാൻമെയ്ഡ് അല്ല. ഇത് കണ്ടോ, ഒരു ചെമ്പരത്തിൻ്റെ ഒരു മാല, ഒരു പ്രത്യേക ഉള്ള ഒരു മാല.
അങ്ങനെ നല്ല രസമുണ്ടാകും മാല കാണാൻ. എന്നിട്ട് അങ്ങനെ എല്ലാം ഞങ്ങൾ തൊഴുത് പുറത്തോട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ പൂജാ റൂമിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ദേവീൻ്റെ ഒരു ഫോട്ടോവും ഒരു ബെല്ലും വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തോട്ട് വന്നു. അപ്പോൾ ഇനി തിരിച്ച് ആ ബ്രിഡ്ജ് വഴി നടന്നിട്ട് നമുക്ക് പുറത്തോട്ട് വരണം. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ ഇതൊരു ബ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗമാണത്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലോട്ടെത്തിയത്. എന്നിട്ടാണ് നമ്മൾ ആ ബ്രിഡ്ജ് വഴി പോകേണ്ടത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ നാവിഗേറ്റേഴ്സ് ഇതുവഴി മഹാനദി വഴി തുഴഞ്ഞു വരുമ്പം ഈ ഭാഗത്ത് വളരെയധികം വലിയ വിൻഡാണ് പോലും, കാറ്റാണ്. അപ്പോൾ ഇവിടെ വലിയ ബെല്ലാണ് തൂക്കി ഉണ്ടാവാറ് പണ്ട്. അപ്പോൾ ഈ വലിയ ബെല്ല് വലിയ സൗണ്ട് അടിക്കുമായിരുന്നു നല്ല ശക്തമായ കാറ്റ് വരുമ്പം. അപ്പോൾ നാവിഗേറ്റേഴ്സിന് മനസ്സിലാവും ഇവിടെ ഈ ഭാഗത്ത് പോകണ്ട, അവിടെ നല്ല കാറ്റുണ്ട്. അങ്ങനെ പണ്ട് ഒരുപാട് ബോട്ടെല്ലാം മുങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബെല്ല് നല്ലോണം അടിക്കുമ്പം പിന്നെ ഈ ഭാഗത്തോട്ട് വരില്ല നാവിഗേറ്റേഴ്സ്. അതുകൊണ്ട് പിന്നെ അതൊരു അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ പിന്നീട് ഇപ്പം ഈ ഹിരാക്കുഡ് ഡാം ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വളരെ സേഫാണ്. അങ്ങനെ വലിയ ഒഴുക്കൊന്നുമില്ല, വലിയ കാറ്റൊന്നുമില്ല. ഒരു സാധാരണഗതിയിൽ സേഫാണ് ഈ പ്ലേസ്. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ കുറച്ച് ഇതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇപ്പം പിന്നെ ഹിരാക്കുഡ് ഡാം വന്നതിന് ശേഷം ഈ സ്പോട്ട് വളരെ സേഫാണ്. അപ്പോൾ ഇതിൻ്റെ ചിപ്ലിമ ഹൈഡ്രോ പവർ പോയിൻറ്റ് CHEP ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതും ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെയാണ്. ത്രീ സ്ട്രീംസ് ഓഫ് വാട്ടറാണ് ഇതുവഴി വരുന്നത്. മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെള്ളം ശക്തമായിട്ട് ഒഴുകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പണ്ട് ഇവിടെ ഭയങ്കര വാട്ടർ കറണ്ട് നല്ല ഒഴുക്കുള്ളതായിരുന്നു. പിന്നെ ഇപ്പം ആ പ്രശ്നമില്ല. ഇപ്പോൾ വളരെ സേഫാണ്, ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾ, എല്ലാ ടൂറിസ്റ്റുകൾ ആദ്യം വന്നാൽ ഇവിടെയാണ് വന്ന് തൊഴുന്നത്. മാഗണ്ഡേശ്വരി ടെമ്പിൾ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ നമുക്ക് വെള്ളരിക്ക ഇങ്ങനത്തെ എല്ലാം ഉണ്ടാവും കഴിക്കാനെല്ലാം. മാങ്ങ, പച്ചമാങ്ങ, ഇങ്ങനത്തെ ചാട്ട് മസാലയെല്ലാം ഇട്ടിട്ട് മസാലപ്പൊരി അങ്ങനെയൊക്കെ കഴിക്കാനുണ്ടാവും. അങ്ങനെ എല്ലാം കഴിച്ചിട്ടാണ് ഓരോ ആൾക്കാർ വരുന്നത് തിരിച്ച്. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു അനുഭവം. ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി ശരിക്കും എനിക്ക് പോയി വന്നപ്പോൾ. അങ്ങനെ ആ പാലവും ആ പ്രകൃതി രമണീയമായ കാഴ്ചകളും അതിൻ്റെ നടുവിലൊരു അമ്പലവും എല്ലാം നല്ലൊരു ഒരു മനസ്സിന് കുളിർമയേകിയ ഒരു കാഴ്ചകളായിരുന്നു എല്ലാം. അപ്പോൾ തിരിച്ചിങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പം ഇവിടുന്ന് 33 കിലോമീറ്റർ അപ്പുറമാണല്ലോ, സംബൽപൂറിൽ 33 കിലോമീറ്റർ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നത് കാടാണ്, ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് ഈ പിന്നെ പോകുന്നത്, അങ്ങോട്ട് പോകുന്നത്. നല്ല റോഡെല്ലാം ഫസ്റ്റ് ക്ലാസ് റോഡാണ്. അപ്പോൾ പിന്നെ കാടാണ്, അധികം ആൾപ്പാർക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നല്ലൊരു ഇതായിരുന്നു. ദൂരെ കാണുന്നത് ഹിരാക്കുഡ് ഡാമാണ്. ദൂരെ കാണുന്ന ഹിരാക്കുഡ് ഡാമാണ്. ഗണ്ഡേശ്വരി, ഗോഡസ് ഗണ്ഡേശ്വരി എന്നാണ് ഈ പ്ലേസിന് ഈ പേര് വന്നെന്ന് പറഞ്ഞത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.